രാഹുൽ മാങ്കൂട്ടം വിഷയം ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ കോൺഗ്രസ്? ഇല്ല, അതൊന്നും ഇതിലേക്ക് ബാധിക്കില്ല. ഭരണം മാറണമെന്ന് എനിക്ക് താല്പര്യമില്ല. പിണറായി തുടരണമെന്ന് ആഗ്രഹമുണ്ട്. രണ്ടിത്തരം കാണിക്കാൻ ഒരു മര്യാദ വേണം. രാഹുലിനെ കുറിച്ചാ? രാഹുലല്ല, രാഹുലിന്റെ ശിഷ്യന്മാർ കുറെ പേരുണ്ട്. ഇനി വരാണ്ട് പുറത്ത് ഷാഫി അറിയാണ്ട് അവിടെ ഒന്നും നടക്കില്ല. ഷാഫിന് ഇതേ സ്ഥിതി കൊണ്ടുപോയിട്ട് കണ്ണൂർ കാണിക്കാൻ പോകുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലാണ് പാലക്കാട് അല്ലെ? ഇക്കുറി പാലക്കാടൻ തെരഞ്ഞെടുപ്പ് ചൂടിൽ ആര് വാടി വീഴും? കോട്ട മൈതാനത്തിന്റെ മണ്ണിൽ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ പാലക്കാട് ആരുടെ കോട്ടയാവും? അപ്പോ 2021 തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ ആകെയുള്ള പാലക്കാട്ടെ 12 മണ്ഡലങ്ങളിൽ 10 നിന്നത് LDF-നൊപ്പം, 2 മണ്ഡലങ്ങൾ മാത്രം UDF-നൊപ്പം. 2026 എന്ത് സംഭവിക്കും? വലിയ പ്രതീക്ഷയിലാണ് BJP-യും. ഇടതിന് എന്ത് സംഭവിക്കും? UDF-ന് എന്ത് സംഭവിക്കും? ജനങ്ങൾ എന്ത് പറയുന്നു? അവർ തീരുമാനിക്കും. അതെ, അവർ തീരുമാനിക്കും. അവരോട് ചോദിക്കാൻ പോകുന്നു. ജനം പറയട്ടെ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. രമേശ് പിഷാരടി ജയിക്കാനാണ് സാധ്യത. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാലും സീറ്റ് കോൺഗ്രസിന്റെയാണ്. ഈ പാലക്കാട് എന്താണ് CPM ഇങ്ങനെ വിട്ടുകളയുന്ന പോലെ ഒരു ഡീലുണ്ടോ ശരിക്കും ഇവിടെ? അങ്ങനെ ഒരു ആരോപണം അതൊന്നുമില്ല. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ കോൺഗ്രസ്? ഇല്ല, അതൊന്നും ഇതിലേക്ക് ബാധിക്കില്ല. ഭരണം മാറണമെന്ന് എനിക്ക് താല്പര്യമില്ല. പിണറായി തുടരണമെന്ന് ആഗ്രഹമുണ്ട്. ഉണ്ട്. പിന്നെ ഈ വയസ്സായ ആൾക്കാരൊക്കെ കുറച്ച് മാറി നിൽക്കണമെന്നുണ്ടായിരുന്നു. കുറച്ച് യൂത്ത് ഒക്കെ കടന്നു വരും. വനിതാ മുഖ്യമന്ത്രിയോ? അതും നല്ലതാണ്. ഞാൻ പറയുകയാണെങ്കിൽ BJP അല്ലെങ്കിൽ UDF കേരളം ഭരിക്കും. ജനങ്ങൾക്ക് തന്നെ അറിയാം 10 വർഷമായി LDF ഈ ഭരണത്തിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചെന്ന്. ഇവിടെ IT വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു നല്ല പ്രോജക്റ്റ് കിട്ടണമെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് അല്ലെങ്കിൽ ചെന്നൈ പോകണം. ഇപ്പോൾ എറണാകുളം, ട്രിവാൻഡ്രം പ്രത്യേകിച്ചൊന്നും അങ്ങനെ അധികം വലിയ പ്രോജക്റ്റുകളൊന്നുമില്ല. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ സ്ഥാനാർത്ഥി ഒരു രാഷ്ട്രീയ പക്വതയില്ലാത്തതായതുകൊണ്ട് സിനിമാക്കാരനാണ് വന്നതെന്നുള്ളതാണ് പ്രശ്നം. അതെ, കോൺഗ്രസ് അതിന്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നില്ല. ചിറ്റൂര് ആര് ജയിക്കും അവർ ഭരിക്കുന്നതാണ് പഴയ കണക്ക്. എന്നെകളൊക്കെ പകുതി വരുന്നതാണ് ധാരാളം. 6 ഒരു NDAക്കും ചാൻസ് ഉണ്ട്. അത് പാലക്കാടായിരിക്കും. പാലക്കാടോ ഒറ്റപ്പാലോ എവിടെ വേണമെങ്കിലും ആവാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒരു രാഹുൽ മാങ്കൂട്ടൊന്നും ഒരു രാഷ്ട്രീയക്കാരനല്ല. വ്യക്തിത്വം ബാധിക്കുന്ന ഒരു കാര്യമാണ് അത്. വോട്ടുകൾ ചിലപ്പോൾ അത് ബാധിക്കുന്നതായിട്ടും വരാം. തുടർ ഭരണം തന്നെയാണ്. 3-ാം നാണയം വരും. കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് മെയിനായിട്ട്. യൂത്ത് വന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ. തമിഴ്നാട്ടിലെ ഇക്കുറി CM ആര്? സ്റ്റാലിൻ, விஜய். ஸ்டாலின் தான் வரும். விஜய் ஒரு நல்ல ஆக்டராகவே இருந்திருக்கலாம் எனக்கு தெரிஞ்சு. நல்ல பொலிட்டீஷியன் அல்ல. பொலிட்டீஷியன் வந்து அவருக்கு செட் ஆகாது. இங்க പിണറായി തന്നെ. ഇങ്ങ പിണറായി. ഞാൻ താമസിക്കുന്ന വീട് പോയി. ആ വീട് പെട്ടെന്ന് ബാങ്ക് കൊണ്ട് തുറപ്പിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് വോട്ട് ചെയ്യാം. ശരി, അത് ആര് ഉറപ്പിക്കുന്നു അവർക്കാണ് വോട്ട് അല്ലേ? BJPക്ക് എന്തോ ഇല്ല. ഇന്നലെ വൈകുന്നേരം കുറച്ച് ചാൻസ് ഉണ്ടായിരുന്നു. അത് പാലക്കാട് കൊണ്ടുപോയിട്ട് രമേശിനെ പിടിച്ച് തടുത്തേക്ക് കൊണ്ടുകൊള്ളാൻ. BJP-ക്കാർ തന്നെയാണോ അവരെ നശിപ്പിച്ചുകൊണ്ട് അവരുടെ സാധ്യത നശിപ്പിക്കുന്നത്? 99.99%. രമേശ് പിഷാരടിയേക്കാൾ നല്ല സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ? പിന്നെ ആജീവിഷം ഉണ്ടായിരുന്നു. തല്ലുകൊണ്ട് വന്നുള്ള പിള്ളേർ ഇവിടെ അവർ നിന്നിരുന്നെങ്കിൽ കുറെ കൂടി ചാൻസ് ഉണ്ടായിരുന്നു. നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഷാഫി വന്നാലും പാലക്കാട് ജയിക്കില്ല. ഗ്രാഫ് പോയി, അത് അവൻ തന്നെ കൊണ്ട് തുളച്ചില്ല. രണ്ടിത്തരം കാണിക്കാൻ ഒരു മര്യാദ വേണം. രാഹുലിനെ കുറിച്ചാ? രാഹുലല്ല, രാഹുലിന്റെ ശിഷ്യന്മാർ കുറെ പേരുണ്ട്. ഇനി വരാണ്ട് പുറത്ത് ഷാഫി അറിയാണ്ട് അവിടെ ഒന്നും നടക്കില്ല. ഷാഫിന് ഇതേ സ്ഥിതി കൊണ്ടുപോയിട്ട് കണ്ണൂർ കാണിക്കാൻ പോകുന്നു. ഇതിപ്പോ നെക്ക് ടു നെക്ക് പറഞ്ഞു NMR-ഉം ഇവരെ വരും. അതായത് NMR ഇവരെ കണക്ക് പ്രകാരം മുസ്ലിം കൺസൾട്ടേഷൻ ഒരു 4000 to 6000 വോട്ട് വരെ NMR പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനെതിരെ ഇന്റേണൽ പൊളിറ്റിക്സ് ഉള്ള ഒരു 3000 വോട്ട് NMR-ന് വരുവാണെന്നുണ്ടെങ്കിൽ NMR-ന്റെ ഒരു വലിയൊരു ഇതില്ലാത്ത രീതിക്ക് ഇവിടെ ജയിക്കാൻ ചാൻസ്. അപ്പൊ ചേട്ടൻ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ UDF രമേശ് പിഷാരടി 3-ാം സ്ഥാനത്ത് വരുള്ളൂ. കേരളം ആര് പിടിക്കും? കേരള പക്ഷേ CPM തൂക്കും. അപ്പോ പാലക്കാടൻ പൾസറിഞ്ഞില്ലേ? ഇന്ന് നമുക്ക് ജനവിധിക്കായി കാത്തിരിക്കാം. അപ്പോ പാലക്കാട് വിടുന്നു. അടുത്ത ലൊക്കേഷനിലേക്ക് വീണ്ടും കാണാം. കൂടുതൽ ചോദ്യങ്ങളുമായി, കൂടുതൽ മറുപടികളുമായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. പോകാം. റോൾ ക്യാമറ ആക്ഷൻ.